ഹൃദയത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുകയും അവനവൻ്റെ ഉള്ളിലെ ഈ സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി, ലോകം മുഴുവനും നന്മ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും 6:30 ഒരുമിച്ച് കൂടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് സമൃദ്ധിയെക്കുറിച്ചുള്ള വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ, എന്നാൽ വളരെ ശക്തമായിരിക്കും ഈ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു സാർ, ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. എനിക്ക് ഇപ്പൊ നിലവിൽ ഒരു ജോലിയുണ്ട്, പക്ഷെ ഒന്നും തികയുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വരുമാനം കിട്ടുന്ന, കുറച്ചുകൂടി എന്താ പറയാ, എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇൻകം ലഭിക്കുന്ന രൂപത്തിൽ എനിക്കൊന്ന് മാറേണ്ടതുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ബിസിനസ് തുടങ്ങണം, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം, എങ്ങനെയാണ് എനിക്ക് പുരോഗതി ലഭിക്കുക എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ശാന്തനായി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി ഈ ചിന്തയുമായി നടക്കുന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഒരുപാട് കാലമായി, ഇന്നും തന്നെ തുടങ്ങിയൊന്നല്ല, ഞാൻ എന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഇപ്പൊ ഒരു വഴി, ഇതൊന്നും മാറിക്കിട്ടണില്ലല്ലോ, ഒരു ഒരു എന്താ പറയാ, കിട്ടുന്ന പണം കൊണ്ട് ഒന്നും തികയുന്നില്ലല്ലോ, പലർക്കും നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, എനിക്കെന്താ ഒരു ഐഡിയ വരാത്തത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിരന്തരം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, കോൺഫ്ലിക്റ്റിലാണ് സാർ ഞാൻ. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട്? അപ്പം പറഞ്ഞു, ഇന്നാള് സുഹൃത്തുക്കളാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ പോലെ നിങ്ങളോട് ഞാൻ പറയുന്നു, വളരെ ഗൗരവമായിട്ട് കേൾക്കണം. ഇന്നത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് കേൾക്കണം. അതായത് നിങ്ങൾ ഈ സംസാരിക്കുന്ന ആൾ, അതായത് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന, നമ്മളെ അഭ്യുതകാംക്ഷികളായ, നമ്മൾ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സും നമ്മുടെ മനസ്സും ഏകദേശം ഒരുപോലെയാണ്. അതായത് ഇവന്റെ മനസ്സിലും ഒന്നുമില്ല, ഇവൻ സംസാരിക്കുന്നവന്റെ മനസ്സിലും ഒന്നുമില്ല, രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. കാര്യമായിട്ട് ഒരു പുരോഗതിയിലോട്ട് നയിക്കുവാനോ, നിർദ്ദേശം നൽകുവാനോ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ദിശയിലോട്ട് നയിക്കുവാനോ ഈ പറയപ്പെട്ട ഗ്യാങ്ങില് ഒരുത്തനും കഴിയില്ല, ഒരുത്തനെയും നയിക്കുവാൻ കഴിയില്ല. എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ഈ അന്ധന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ്. ഒരന്ധൻ പറയുന്നു നമുക്ക് ഈ വഴി പോവാം, ഒരന്ധൻ പറയുന്നു ഈ വഴി പോവാം, ഒരന്ധൻ പറയുന്നു ഈ വഴി പോവാം. ഒരന്ധനും ഒരന്തവുമില്ല, ഏത് വഴി പോകാമെന്നതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി വൈബുള്ള, കുറച്ചുകൂടി ആശയങ്ങൾ നൽകുവാൻ സാധിക്കുന്ന, ഈ കാലഘട്ടത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ബിസിനസിനെ കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ തന്നെ അനന്തമായ സാധ്യതകളെ കുറിച്ചും, ഈ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഉള്ള സ്കിൽ എന്താണോ ആ സ്കില്ലിനെ മെച്ചപ്പെടുത്താൻ കുറെ കൂടി ആശയങ്ങൾ നിങ്ങളിലേക്ക് പമ്പ് ചെയ്ത് തരുവാൻ സാധിക്കുന്ന ഏതെങ്കിലും കോഴ്സോ, മെന്ററോ, ട്രെയിനറോ, കൗൺസിലിങ്ങോ എടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടായ സംഭവമാണ് കേട്ടോ, ഞാനത് ഉണ്ടാക്കി പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അന്ധനെ നയിക്കുന്നത് പോലെ പുതിയ ആശയം ഒന്നും കിട്ടില്ല. എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഇയാൾ പറയും എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളത് എന്താണ്? ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തെറി പറയാം. അവനൊക്കെ പണ്ട് എങ്ങനെ നടന്നായിരുന്നു, ഇപ്പൊ ഇങ്ങനെ കാറിൽ പോണ കണ്ടില്ലേ? മുമ്പ് അവരിങ്ങനെ ഉണ്ടായപ്പോ എൻ്റെ ഫാദർ അവന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഇങ്ങനെയുള്ള കഥകളൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞു. കാരണം പുതിയ ആശയമൊന്നും ഇവന്റെ മനസ്സിലും വരുന്നില്ല. എല്ലാവരും ഒരേ അവസ്ഥ. ഇവര് കുറച്ചും കൂടി ചാനലൈസ് ചെയ്തൊരു മനസ്സിലോട്ട് ഇവർ പോയാൽ ഡെഫിനറ്റ്ലി അവരിലോട്ട് ആശയങ്ങൾ ഒഴുക്കി വിടുവാനും അവരുടെ സ്കില്ല് വളർത്തുവാനും അവരെ ഉയർത്തുവാനും ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യൂ, ഏതെങ്കിലും ഒരു കൺസൾട്ടേഷൻ എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാർ അത് ഇപ്പോ അതിന് കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്,
എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ അവർ പോയി. അവർ പോയതിനു ശേഷം വീണ്ടും അവരുടെ പരിപാടി എന്തായിരിക്കും? വീണ്ടും എന്തുവാടാ ചെയ്യാം. ഞാനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നിലവിൽ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ മാറ്റി പുനഃസ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കുവാൻ കൂട്ടാക്കാതെ ഈ അന്ധന്മാർ വീണ്ടും ഈ അന്ധതയിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. അപ്പോ ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നമ്മൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നതല്ലാതെ മറ്റൊരു വഴി നമുക്ക് കാണുവാൻ സാധ്യമല്ല. നമ്മൾ ചാനൽ മാറ്റം, നമ്മൾ ഇന്ത്യ വിഷൻ അല്ലെങ്കിൽ കൈരളി അല്ലെങ്കിൽ മഴവിൽ മനോരമ എന്ന ചാനൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും സൂര്യയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിന്റെയോ ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കാത്തതുപോലെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും, മനസ്സിലായോ, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ, സഹോദരന്മാർ തമ്മിൽ ഒക്കായ്മ, സഹോദരിമാർ തമ്മിൽ ഒക്കായ്മ, അയൽക്കാർ തമ്മിലുള്ള ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളുമായിട്ട് ഈ ചാനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മറ്റൊരു ചാനലിലോട്ട് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യുവാൻ സാധ്യമല്ല. പിന്നെ ഒരു പക്ഷേ കുറേ കാലം കഴിഞ്ഞങ്ങ് മടുത്ത് ഇനി ആവില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രായത്തിൽ അവസാനത്തിലൊക്കെ ഒരു പക്ഷേ മാറിയേക്കാം. അതുവരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ, സാറേ ഒരു 10 വർഷം, എന്നോട് ഒരാൾ പറഞ്ഞു, സർ 10-20 വർഷമായി സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. 20 വർഷമായി സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. ഈ കൊറോണ സമയത്താണ്. അപ്പോ ആ ഒരു വിഷയത്തിൽ ഇടപെടുവാൻ എനിക്ക് സാധിച്ചു. 20 വർഷം, 1-2 വർഷമല്ല. സഹോദരന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുക, ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ ഉദരത്തിൽ വളർന്ന 2 ആളുകൾ പിണങ്ങി നിൽക്കുന്നു. നോക്കണം നിങ്ങൾ. ആ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാമിൽ വെച്ച് ഞാൻ അവരെ ഒരുമിപ്പിക്കുകയും അവരെ പരസ്പരം കെട്ടിപ്പിടിക്കുകയും അവർ പരസ്പരം കരയുകയും. കാരണം ഇങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ആക്കുവാൻ ഇതുവരെ അവർ മെനക്കെട്ടില്ല, അവർക്ക് സാധിച്ചില്ല. അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ ബന്ധുക്കളെല്ലാം കൂടി ഒരു റിസോർട്ട് ഇട്ട് ആ റിസോർട്ടിൽ ഒരു പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിന് ശേഷം അവരെ ഒരുമിപ്പിക്കുകയും ഇപ്പോൾ അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, സാറേ ഒരു 10 വർഷം മുമ്പ്, ഒരു 15 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, സാറൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചാനലുമായിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഒരു ഗതി ഞങ്ങൾക്ക് വരുമായിരുന്നില്ല, എത്ര ലൈഫ് നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, കിട്ടിയതിൽ സന്തോഷിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കിത് കിട്ടി. ഡൊണാൾഡ് ട്രംപിന് 75-80 വയസ്സാവേണ്ടി വന്നു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ. അതിനർത്ഥം അയാൾ മോശമായി എന്നല്ല അതിനർത്ഥം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇതേ രൂപത്തിലുള്ള ഒരു 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 ഇന്റേണൽ ഒരു ചാനലിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ മാറ്റുവാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു ശ്രമമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറഞ്ഞതാണ്, നമ്മൾ യൂട്യൂബ് ചാനൽ കാണും, മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കും, ടിപ്സുകൾ കേൾക്കും, ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, സെയിൽസിൽ എങ്ങനെ ഉയരാം, ഒരു സെയിൽസ് എങ്ങനെ ക്ലോസ് ചെയ്യാം, എങ്ങനെ ഭാര്യയുമായി നല്ല നിലയിൽ ജീവിക്കാം, 5 ടിപ്സ് 10 ടിപ്സ്. ഈ ടിപ്സൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, ശരിയാണ്, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ചെയ്യാൻ കഴിയാറില്ല. ആർ യു വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? ക്യാൻ യു ഫോളോ മീ? ക്യാൻ യു ഹിയർ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എല്ലാം കേട്ടിട്ടും എല്ലാം കണ്ടിട്ടും എല്ലാം മനസ്സിലായിട്ടും അതുപോലെ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നത് എന്റെ സ്റ്റേറ്റ്മെന്റ്, എന്റെ പ്രസ്താവന സത്യമല്ലേ പ്രിയപ്പെട്ടവർ? ശരിയല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും ടൈപ്പ് ചെയ്തേ. വെരി ഗുഡ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, ഒരുപാട് ചാനലുകൾ കാണും, ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കും. ഈ ഉപദേശം നൽകുന്ന ആൾക്കാരൊന്ന് പരിശോധിച്ചാൽ മതി, മനസ്സിലായോ? ചില ആൾക്കാരൊക്കെ ഉപദേശം കൊടുക്കും, നീ ആ കോഴ്സിന് പൊക്കോ,
ഇപ്പം SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഈ കോഴ്സിന് കൊടുത്തു, ഈ കോഴ്സിന് ചെയ്തു, ഉപദേശം കൊടുക്കും. നിങ്ങളെ മക്കൾ ഏത് കോഴ്സിനാ? നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് വേറെ ഒരാൾ ഉപദേശിക്കാൻ പോകുന്ന ആൾക്കാരടുത്തല്ല ഉപദേശം തേടാൻ വേണ്ടി പോകേണ്ടത്. പറയുന്ന കാര്യം ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആയിരിക്കണം എന്ന് കൂടി സാന്ദർഭികമായിട്ട് ഞാൻ പറയും. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു താൽക്കാലികമായ മാറ്റം മാത്രമേ ഉണ്ടാവൂ. ടെമ്പററി ആയ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവൂ. വീണ്ടും പഴയതുപോലെയാവും. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഹാപ്പി പാർക്കിന്റെ ഈ റിച്ച് വൈബ് ക്ലബിൽ കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, 3 മാസമായി, ജനുവരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിലോട്ട് പ്രവേശിക്കുന്നു. ഈ 3 മാസത്തിനിടക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരെ കുറിച്ച്, അതുപോലെ മണി മൈൻഡ് സെറ്റിംഗ് പോലുള്ള, മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അത് തീർച്ചയായും അതിനെക്കുറിച്ച് പറയും. അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ജീവിതത്തിന്റെ ദിശ, ഗതിവിഗതികൾ മാറി ഒഴുകുന്നതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലേ? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലോട്ട് വരുവാനും, ചിന്തകൾ മനസ്സിലോട്ട് വരുവാനും, പുതിയ തലത്തിലോട്ട് കാര്യങ്ങൾ പോകുവാനും സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലേ? യെസ്. എത്ര ആളുകളാ ടൈപ്പ് ചെയ്ത്? യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ അവരും ഇതിലൊന്ന് പ്രതികരിക്കുക പ്രിയപ്പെട്ടവർ. നിങ്ങളുടെ റെസ്പോണ്ടാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഈ പറയപ്പെട്ട ഫിനാൻഷ്യൽ ക്രൈസിസ് ആവട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, ഇതിനൊക്കെ പിന്നിൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്നൊന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ കാണാത്ത ഒരു ബ്ലൂ പ്രിന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചാനലാണ് ഒരു മനുഷ്യന് എടുക്കുന്ന തീരുമാനം മുഴുവൻ പിഴക്കാൻ കാരണം. അവന്റെ ഉള്ളിൽ അവൻ പോലും അറിയാത്ത ഈ ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 10 ലക്ഷം കിട്ടിയാൽ 20 ലക്ഷം കടമാകുന്ന, എത്ര കിട്ടിയാലും തികയാത്ത രൂപത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഒരു മനുഷ്യൻ നരകിക്കുന്നുവെങ്കിൽ, ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട്, മനസ്സിലായോ? ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തുവാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിൽക്കണം, ഇത് വിൽക്കണം, അത് വിൽക്കണം, അവിടെ ക്രൈസിസ്, ഇവിടെ ക്രൈസിസ്, എന്റെ ദൈവമേ മരിച്ചാലോ എന്നൊക്കെയാണ് സാർ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം അങ്ങ് തൂർത്തു വരുമ്പോഴേക്കും ഈ ഭാഗം വീണ്ടും കുഴിഞ്ഞു വരുന്നു. ഇത് ഒരു ഉപദേശം കൊണ്ട്, ഒരു കാര്യം ചെയ്യും, നീ നാളെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. മനസ്സിലായോ? ഒരു എന്താ പറയാ, ഒരാൾക്ക് ഭയങ്കര കടബാധ്യത കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ പോയി പറയും, ഭാര്യ സ്വന്തം വീട്ടിൽ പോയിട്ട് പറയും, ജീവിക്കാനൊരു സ്വസ്ഥതയില്ല, രാവിലെ കടക്കാർ വരുന്നു, എന്നും ഇത് തന്നെ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഫാദറിലോ മനം എടുത്ത് ഒരു ദിവസം മരുമകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ നിനക്ക് എത്ര കടമുണ്ട്? അപ്പൊ മരുമകൻ പറഞ്ഞു, എനിക്ക് ആകെ ഇത്ര കടമുണ്ട്. ഇത്ര കടം എന്താ? ഇത്രയെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി രൂപയോളം കടമുണ്ട്. 1 ലക്ഷമല്ല, 1000മല്ല. ശരി, ബൈപ്പാസിന് അടുത്തുള്ള പ്രോപ്പർട്ടി വിറ്റ് മകളുടെ ഷെയറിന്റെ ഒരു പങ്ക് കൊടുത്തിട്ട് ആ 1 കോടി ബാധ്യത ഫാദറിലോ വീട്ടി. അതിനുശേഷം 5-6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പറയപ്പെട്ട ഫാദറിലോ മരുമകനെ കാണാൻ പോയപ്പോ സന്തോഷത്തോട് ചോദിച്ചു, മോനെ ഇപ്പൊ വളരെ സ്വസ്ഥമല്ലേ, കടമൊക്കെ തീർന്നു, ബിസിനസ്സൊക്കെ പച്ച പിടിച്ചില്ലേ, എന്താ ഇപ്പൊ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ മരുമകൻ പറഞ്ഞു, ശരിയാണ്, ഇപ്പോ വളരെ സമാധാനമുണ്ട്, ഇപ്പൊ 25 ലക്ഷം മാത്രമേ കടമുള്ളൂ, 6 മാസമായിട്ടുള്ളൂ, ഒരു 6 മാസം കഴിഞ്ഞാൽ അത് 50 ആവും, 1 കോടിയാവും. അതിനർത്ഥം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കടക്കണിയിൽ കുടുങ്ങുന്നവൻ എന്നും കുടുങ്ങിക്കൊണ്ടിരിക്കും, എന്നും അതിൽ തന്നെ കുടുങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അയാളുടെ അകത്ത് ഉള്ള, അയാൾ പോലും കാണാത്ത ചില പ്രോഗ്രാമിങ്ങുകളാണ്.
ഈ പ്രോഗ്രാം അതൊരു ചാനലാണ്. ആ ചാനലിനെ കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോധപൂർവമായ ശ്രമം അതിനാവശ്യമാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടി. ഒരാൾക്ക് തോന്നുകയാണ്, സാറേ എന്റെ ഉള്ളിൽ പണവുമായി ബന്ധപ്പെട്ട ചാനൽ ഏതാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലെ പണത്തിന്റെ ചാനൽ ഇപ്പോൾ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ, ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെ അതിന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 10 പൈസ ഇല്ലേ? സ്കൂൾ തുറക്കാനായി കുട്ടികൾക്ക് യൂണിഫോം വാങ്ങാൻ പണമില്ലേ? എവിടെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ടോ? നല്ല ചൂടുകാലമാണ്, ഒരു ഫാൻ വാങ്ങാൻ വേണ്ടി പോകാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള പതറ്റിക് കണ്ടീഷനിലാണോ? ഫാമിലിയുടെ കൂടെ ഒരു ഹോട്ടലിൽ കയറിയാൽ എങ്ങനെങ്കിലും മെനു കുറച്ച് എങ്ങനെങ്കിലും ഒപ്പിച്ചു വാങ്ങുവാനുള്ള ഒരു അവസ്ഥയിലാണോ? ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ, കഷ്ടതയുടെ, ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ആ ഒരു ചാനലാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? ഇത്തരം ആൾക്കാരോടാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഞാനും കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, എൻ്റെ FBയുടെ താഴെ ഞാനൊരു കമാൻഡ് വായിച്ചു. ആ കമാൻഡ് ഇപ്രകാരമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, കടബാധ്യതയും പ്രതിസന്ധിയും ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ലൈഫിനെ മാറ്റുവാൻ സാധ്യമാണ്. അവരുടെ അകത്തെ ലോകത്ത് സ്വാധീനം ചെലുത്തി അവിടെ പുറത്തെ ലോകം മാറ്റുവാൻ സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ താഴെ കമാൻഡ് ഇട്ടു. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞതാണത്. എടോ, ഈ കടബാധ്യത കൊണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ട് തന്നെ വേണോ തൻ്റെ ഈ മുതലെടുപ്പ്? മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തിയുടെ ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ എന്താണ് എന്റെ പ്രിയപ്പെട്ടവര്? നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 3ഓളം മണി മൈൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ റിച്ച്നെസ് മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരോട് അവരാരെങ്കിലും പറയട്ടെ ഇത് ഒരു മുതലെടുപ്പാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, അല്ലെങ്കിൽ ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പറയട്ടെ ഇത് ഒരു തട്ടിപ്പാണ്, അനുഭവസ്ഥർ പറയട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കാമ്പുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്ന് അനുഭവിച്ച ഒരാൾ പറഞ്ഞാൽ, ഇനി ഒരാൾ പറഞ്ഞാൽ പോലും ഇത് പ്രശ്നമല്ല, പക്ഷെ ഒരാളും പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു 100 ആളുണ്ടാവുമ്പോൾ ഒരു 10% ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവായ്മയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ഈ പരിപാടിയിലൊന്നും ഒരു 10% പോലും ഇല്ല. ഇപ്പൊ ട്രഷറിലൊക്കെ 1% പോലും ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവാത്തതില്ല. അപ്പൊ അതിനർത്ഥം ഈ പുറമേ നിന്ന് വിമർശിക്കുന്ന, ഇതിനെക്കുറിച്ച് നെഗറ്റീവായി പറയുന്ന ഈ വ്യക്തിയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു കാലത്തും എനിക്ക് പണക്കാരനാവാൻ കഴിയില്ല, പണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പണം ഉണ്ടാക്കാം, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മാറ്റാം, അതിനെ മറികടക്കാം എന്ന രൂപത്തിൽ ഒരു കമാൻഡ് പുറമേ നിന്ന് ആര് പറഞ്ഞാലും അതൊക്കെ തട്ടിപ്പാണ്, അതൊക്കെ വെട്ടിപ്പാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഇതിന് മുതലെടുപ്പുണ്ട്, നിങ്ങൾ പണക്കാരനാവാൻ ആഗ്രഹിക്കുകയാണ് എന്ന രൂപത്തിലൊക്കെ പറയുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു രൂപരേഖയാണ് പുറത്തോട്ട് വന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് അത് വെർത്തല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്ലീസ് ഒന്ന് പറഞ്ഞേ, ഒന്ന് രണ്ടാക്കി സംസാരിക്കാം. മൈക്കോണാക്കി സംസാരിക്കാം. മൈക്കോണാണോ? സംസാരിച്ചു. പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾ പറഞ്ഞ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ. പ്രഭാകരനാണ് കൂത്തുപറമ്പ്. പറയൂ സർ. കണ്ണൂർ ജില്ല. അല്ലെ, ഞാനിപ്പം മൈൻഡ് സെറ്റ് കോഴ്സ് ഇപ്പൊ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു മാസത്തോളമായിട്ടുള്ള ഈ ഹാപ്പി പാർക്കിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിനെ കൊണ്ടുണ്ടായിട്ടുണ്ട് സാർ. ഒരുപാട് എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും
നല്ല മാനസിക സ്ഥിതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. നല്ലൊരു മാറ്റം ഞാൻ ചെയ്യുന്ന ജോലിയിലായാലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സും ചെയ്യുന്ന ജോലിയുണ്ട്, ആ രണ്ടിലും നല്ലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇനി വേറൊരാളോട് സംസാരിക്കാം. ഒരാൾ പറഞ്ഞു ഈ ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആൾക്കാരെ മാത്രം തെരഞ്ഞെടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യണോ എന്നൊരാൾ ചോദിച്ചു. ഞാൻ ഉള്ള പച്ചയിൽ പറയാണ്, ആ പറഞ്ഞ പ്രസ്താവനയോട് നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്? അനുഭവിച്ച ആൾ പറയൂ, അനുഭവിച്ച ഒരാൾ പറയൂ. ആ പറയുന്ന പ്രസ്താവനയോട് നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്? അനുഭവിച്ച ഒരാൾ കൂടി പറഞ്ഞു. ഹലോ സാർ അത് സാറേ, അയാൾ അനുഭവിച്ചിട്ടില്ല. ആ ഒരാൾ പറയൂ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സാർ പറയാം സാർ. ഇബ്രാഹിമാണ്. ഓക്കെ. ആ പറയൂ. ആരാണ്? സുഹറാബിയാണോ സംസാരിക്കുന്നത്? ആരാണ്? സുഹറ. ആ പറയൂ. ഞാനൊരു 6 മാസത്തിലേറെയായി സാറിന്റെ കൂടെ. ക്യാമറ ഓണാക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാവും, പറ്റുന്നതാണെങ്കിലും ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു 6 മാസമായി ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ മണി മൈൻഡ് സെറ്റിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടത്തിൽ കുടുങ്ങി കിടക്കുന്നവരാണ് ശരിക്കും എന്നാൽ ഇതിൽ വരേണ്ടത്. ആ കടങ്ങൾ തീർക്കാനുള്ള വഴികളും നമുക്ക് മണി മൈൻഡ് സെറ്റ് മാറാനുള്ള വഴികളും ഇതിൽ നിന്ന് 100% കിട്ടുന്നു എന്ന് ഞാൻ ഈ നിമിഷം വിശ്വസിക്കുന്നു. അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങൾ, തീർത്താൽ തീരാവാത്ത പ്രശ്നങ്ങളിലായിരുന്നു. അതെല്ലാം കോംപ്രമൈസ് ആയി ഒക്കെ രക്ഷപ്പെട്ടു. ഞങ്ങള് എല്ലാത്തിനും ഞങ്ങൾ ഓരി വരുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇനി സംസാരിക്കാണ്ട് ഒരാൾ കൂടി വേണം സംസാരിക്കാം. സാറേ ഞാനൊന്ന് പറയട്ടെ. ആ പറയൂ. കടവല്ലൂരാണ്. സാറിന്റെ മണി മൈൻഡ്സെറ്റ് കോഴ്സ് എടുത്തതിന് ശേഷം എനിക്കും നല്ല വരുമാനം കൂടി. അതുപോലെ എന്റെ ഹസ്ബൻഡിന് അവിടെ കുറച്ച് പണിയില്ലാത്ത ഒരവസ്ഥയിൽ ഇരുന്നിരുന്ന സമയമായിരുന്നു. ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഹസ്ബൻഡിന് നല്ല ഉയർച്ചകളാണ് ജോലിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട്. ഞാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ 3 മാസമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മളെ മൈൻഡ് തന്നെ മാറ്റി തന്നു സാർ ആ ക്ലാസ്സിലൂടെ കിട്ടിയത്. അങ്ങനെയാണ് നമ്മളെ ഒരുപാട് ഡ്രോമകൾ കഴിഞ്ഞത് എല്ലാം റിമൂവ് ആയി പോയി. ഇപ്പൊ ഫുൾ റിച്ച്നെസ് ഇതിലാണ് ജീവിക്കുന്നത്. കോഴിക്കോട് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോട് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പ്രോഗ്രാമാണ്, അടിപൊളി. ഞാൻ ഇവിടെ വന്ന് വീട്ടിലൊക്കെ അതിന്റെ കഥകൾ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. മക്കളോടും അനിയത്തിമാരോടും ഒക്കെ ഞാൻ പറയുക. എനിക്ക് ആ ഒരു ഇത് ഇപ്പോഴും വിട്ടിട്ടില്ല. അത്ര ഹാപ്പിനെസ് ആണ്, അത്ര ഹാപ്പിനെസ്. താങ്ക് യു സാർ, താങ്ക് യു. വളരെ വളരെ സന്തോഷം. അപ്പൊ ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട ചാനലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലപ്പുറം ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഫയൽ എന്താണ് എന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്തെല്ലാമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സിഗ്നലുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചാനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് 100 വഴികൾ നമ്മൾ ആലോചിക്കും, പക്ഷെ ഒരു വഴിയും തുറന്നു കിട്ടില്ല. മനസ്സിലായില്ല? ഇനി താഴെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാർ, ഈ മൈൻഡ് സെറ്റ് ഒക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് താഴെ പറയാം. കാരണം ആളുകൾ അറിയട്ടെ. നിങ്ങളുടെ ഒരു വാക്ക് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റും. ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും, ഇത് ശരിയാണോ, ഇത് വെർത്താണോ. അപ്പൊ അനുഭവസ്ഥർ പറയുമ്പോഴേ നമുക്കതിലൊരു ജെനുവിനിറ്റി ഉള്ളൂ. അമേരിക്കയിൽ പോവാത്ത ഒരാൾ അമേരിക്കയെ കുറിച്ച് പറയുന്നതും അമേരിക്കയിൽ പോയി കണ്ടതിന് ശേഷം ഇങ്ങനെയാണ് ഫിലാഡൽഫിയ, ഇങ്ങനെയാണ് ചിക്കാഗോ, ഇങ്ങനെയാണ് അവിടെ ഇത്ര ഹോട്ടലുകളുണ്ട് എന്ന് ആ അനുഭവസ്ഥൻ പറയുമ്പോൾ അതിനാണ് കാര്യം. അതല്ലാതെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ ഉള്ളത് മറച്ചു വെക്കുവാൻ സാധ്യമല്ല. നമ്മുടെ അകത്ത് നിസ്വാർത്ഥമായ സ്നേഹമാണെങ്കിൽ, നമ്മുടെ അകത്ത് ഒരിക്കലും ഒരു കണ്ടീഷനും ഇല്ലാത്ത നിഷ്കാമമായ നിഷ്കപടമായ ഒരു മനസ്സാണ് നമ്മുടേതെങ്കിൽ, അത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബാലൻസിങ്ങിനും അത് ഉതകും. പ്രിയപ്പെട്ടവർ, മുഴുവൻ ബാലൻസിങ്ങിനും അത് സഹായിക്കും. അത് സഹായിക്കുമെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബാലൻസിങ്ങിനും സംഭാവന കൊടുക്കുന്നവരാണെങ്കിൽ, നമ്മൾ എല്ലാ മതങ്ങളും ദർശനങ്ങളും പറഞ്ഞു, നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നന്മയാണ്. മനസ്സിലായോ? അപ്പോ ഈ ലോകത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതെല്ലാം അതിന്റെ എത്രയോ ഇരട്ടിയായി
നമ്മിലോട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഉയർത്തേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ എപ്പോഴും മത്സരവും, ഒരാൾ വിജയിക്കുന്നത് കണ്ടുകൂടാ, ഒരാൾ ഉയരുന്നത് കണ്ടുകൂടാ, ഒരാളുടെ എന്താ പറയാ ഉയർച്ച കാണുമ്പം വല്ലാത്ത അസ്വസ്ഥത. മനസ്സിലായോ? ജീവിതത്തിൽ മുഴുവനും ജ്യേഷ്ഠനെ കണ്ടുകൂടാ, അഞ്ജനെ കണ്ടുകൂടാ, ആ മതക്കാരെ കണ്ടുകൂടാ, ഈ പാർട്ടിക്കാരെ കണ്ടുകൂടാ, മൊത്തത്തിൽ കണ്ടുകൂടാ. ഇവനെ തന്നെ കണ്ടുകൂടാത്തൊരവസ്ഥയാണെന്നതിന്റെ അർത്ഥം. ഇവന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന ഈ നരകാവസ്ഥ ഇത് പ്രപഞ്ചത്തിൽ മുഴുവൻ സംരക്ഷണം ചെയ്യുകയും ഇവിടങ്ങളിലൊക്കെ ഉള്ള പല സംഘർഷങ്ങളും ആളിക്കത്തുവാൻ ഒരു മണ്ണെണ്ണയായി, ഒരു പെട്രോളായി നമ്മുടെ ചിന്ത മാറുകയും ചെയ്താൽ, നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്, ഉൾട്ടായിട്ട് എല്ലാ ദുരന്തങ്ങളുടെയും ഉത്തരവാദി എന്ന രൂപത്തിൽ അതിൻ്റെയൊക്കെ ഒരു പങ്ക് ദുരന്തമായിട്ട് നമ്മുടെ ലൈഫിലോട്ട് വരും. ഇത് വളരെ എത്രത്തോളം ഗൗരവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതൊരു ഗൗരവമായ സംഗതിയല്ലേ പ്രിയപ്പെട്ടവരെ? ടൈപ്പ് യെസ് ഓർ നോ. ഇതൊരു മാരകമായ ഗൗരവമായ ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ? പ്ലീസ് ടൈപ്പ്. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ജീവിക്കുവാൻ ഇത് നമ്മളെ ശക്തമായി പ്രേരിപ്പിക്കുന്നില്ല? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. നാളെ നമ്മുടെ ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അകത്ത് നിന്ന് അനാവശ്യമായിട്ടുള്ള ഈ പറയപ്പെട്ട ഫയലുകളെ മുഴുവനും ഒഴിവാക്കി. ഏത് ഫയലുകളെ? ഈ ചാനൽ മാറ്റി, അതായത് ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ ചാനലുകളെ മാറ്റി പകരം സമൃദ്ധിയുടെ ചാനലിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്ന മണി മൈൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ റിച്ച്നെസ് മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന, കേരളത്തിൽ തന്നെ നമ്മുടെ ഹാപ്പി പാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുള്ളൂ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഈ മണി മൈൻഡ് സെറ്റിങ്ങിന് തുല്യമായ ഒരു പ്രോഗ്രാം വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, എവിടെയും കണ്ടിട്ടില്ല. ഒന്ന് വേണമെങ്കിൽ സംസാരിക്കാം. ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ് മണി മൈൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ റിച്ച്നെസ് മൈൻഡ് സെറ്റിംഗ്. സംസാരിച്ച് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് സംസാരിച്ചു. ഇല്ല സാറേ, കണ്ടിട്ടില്ല. യെസ്, പ്രോഗ്രാം നമ്മള് ഒരുപാട് ഫംഗ്ഷൻ, ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ് സാറേ. പക്ഷെ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിനുള്ള പ്രയോജനവും നമുക്കുണ്ട്. വെരി ഗുഡ്. മണി മൈൻഡ് സെറ്റിനെ കുറിച്ച് അറിയുന്നത് തന്നെ സാറിന്റെ ഈ ക്ലാസ്സിൽ കൂടെ സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പം ഞാൻ പറയുന്നത്, കേരളത്തിൽ നമ്മൾ മാത്രമേ ഈ പ്രോഗ്രാം നടത്തുന്നുള്ളൂ. അതുകൊണ്ട് നാളെ ആ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പങ്കെടുക്കാത്ത എത്ര ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ആദ്യമായി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി വരുന്ന ആൾക്കാരിൽ എത്ര ആളുകൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ടൈപ്പ് ചെയ്ത്. നാളെയാണ്. രാത്രിക്കുള്ള പരിപാടിയാണോ സാറേ? അല്ലല്ല, രാത്രിയല്ല. നാളെ രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ. നാളെ രാത്രി നമ്മുടെ ട്രഷർ അത് വേറെ, ഇത് രാവിലെയാണ് പ്രോഗ്രാം. ഓക്കെ, ഇത്രയും ആളുകൾ താല്പര്യമുണ്ട്. വെരി ഗുഡ്. ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും നാളെ രാവിലെ പങ്കെടുക്കുന്ന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു നമ്പർ തരാം. ഹലോ പറയൂ സർ. നാളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം സർ. അപ്പൊ സാറേ, ഏജ് ഓവർ ആയതുകൊണ്ട് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നൊരു സംശയമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഹലോ സാറേ, ഞാനുണ്ട്. ഷൈജു ആണ് അടൂർ. ഞാനുണ്ട്. ഓക്കെ. ഈ ഏജ് ഓവർ ഒന്നും അല്ല, നമ്മൾ ഏജ് ഒന്നും ഓവർ ആയിട്ടില്ല. നമുക്ക് തോന്നുകയാണ് ഏജുകളൊക്കെ നമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ മാർച്ച് തൊട്ടാ സാറിനോട് കൂടിയത്. ഈ വീഡിയോ കാണാൻ തുടങ്ങി. ഏപ്രിൽ ക്ലാസ്സിൽ പങ്കെടുക്കും. ഓക്കെ. ഞാനൊരു ബുക്ക് വെച്ചിരിക്കുക, ഈ മോട്ടിവേഷൻ ക്ലാസ് ടി എ കരീം സാർ എന്ന് എഴുതിയ ഒരു ബുക്ക്. അത് ആ വീഡിയോ വരുന്നല്ല എഴുതി പകർത്തി ഒരു ബുക്ക് 200 രൂപ തീർന്നു. വെരി ഗുഡ്. നിങ്ങൾ അത് ഒന്ന് മോട്ടിവേഷൻ കേൾക്കാൻ വലിയ താല്പര്യം, പക്ഷെ ആക്ഷൻ ഇല്ല, പ്രവർത്തനത്തിലേക്ക് വരുന്നില്ല. 10-25 വർഷമായിട്ട് ഇങ്ങനെ LIC ഒരു ബിസിനസ് ഉണ്ട്. അത് MDRT ആയി അമേരിക്കയിൽ പോകണമെന്ന ലക്ഷ്യം. അത് നടക്കുന്നില്ല. അതിന് ഈ ക്ലാസ് ഉപകരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങള് മണി മൈൻഡ് സെറ്റിംഗ് പങ്കെടുക്കുക, ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാറി മറിഞ്ഞിരിക്കും.
ഒരു കാര്യം ചെയ്യാം. സാറേ ഗുഡ് മോർണിംഗ്. ഞാൻ ഇടുക്കിയിൽ നിന്ന് പ്രദീപാണേ. ആ ഇത്ര നാളും വേറെ ചാനലില്ല നമ്മൾ ഉൾക്കൊണ്ടിരുന്നത്. അതെ അതെ കറക്റ്റ്. ഇടുക്കിയിൽ നിന്ന് പറയൂ സാർ. സാറേ നാളെ ഞാൻ മണി മൈൻഡ് സെറ്റ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ 6:30 പ്രോഗ്രാം ഉണ്ടോ സാറേ കൂടെ? ഉണ്ടാവും. അത് അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. 7:05 നമ്മുടെ മണി മൈൻഡ് സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് റെക്കോർഡിംഗ് ഉണ്ടാവും. ശരി. 6:30 പ്രോഗ്രാം സ്ഥിരമായിട്ട് സൗജന്യമായ പ്രോഗ്രാം ഉണ്ട്. അതിനുശേഷം ഒരു 7:05 ആകുമ്പോഴാണ് നമ്മുടെ മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഒരു മാസം ആയതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ കൂടിയിട്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലത്തെ 6:30 പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. വെരി ഗുഡ്. നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ മണി മൈൻഡ് സെറ്റിംഗ് സാറേ ഞാൻ മജീദാണ്. നമ്മള് 5-6 മാസമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മണി മൈൻഡ് സെറ്റിന്റെ ക്ലാസ് നമുക്ക് പരിപൂർണമായിട്ടും കിട്ടിയില്ല. അപ്പൊ നമുക്ക് നാളെ മുതൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സാർ. ചെയ്യാം. നമുക്ക് കിട്ടിയില്ല. ഓക്കെ. അതങ്ങനെയാണെങ്കിൽ സാറും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം സാറേ ബദറുദ്ദീൻ സാർ ഒന്ന് സംസാരിച്ച് ഏകദേശം അതിന്റെ അവസ്ഥ എന്താന്ന് ഒന്ന് പറഞ്ഞേ. ഏകദേശം രജിസ്ട്രേഷനെ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഇന്ന് സൂമിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇപ്പോഴാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഒരു 12 മണി വരെ താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഉച്ചയോടുകൂടി രജിസ്ട്രേഷന് ക്ലോസ് ആക്കും. അതായത് നമ്മളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുമോ സാറേ? നിങ്ങള് ഇപ്പൊ ട്രഷർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ്സുകളും പുതിയ ടീമിന്റെ കൂടെ ചെയ്യാം. അതാകും നന്നാവുക. നമ്മളല്ലേ നിങ്ങൾ ട്രഷർ ചെയ്തോളൂ സാർ. അത് മതി. ഹലോ സാർ. പറയൂ. ഹലോ. സാറിന് സംശയം. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട് നാളത്തേക്ക്. അപ്പൊ എന്റെ ഒരു സംശയം, നമുക്ക് വേറെ പണം വരുവാനോ അങ്ങനെയുള്ള വേറെ സോഴ്സ് ഒന്നും ഇല്ല. നമ്മുടെ നിലവിലുള്ളതേ ഉള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ മാറാൻ പറ്റുമോ എന്നുള്ള അതാണ് ഞാൻ പറയുന്നത്. ഒരു വഴിയില്ല എന്ന് നമ്മൾ തന്നെ അടച്ചു വെച്ചതാണ്. ഏത് വഴി? ഒരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയും തുറന്നു കിട്ടൂല. അപ്പോ അങ്ങനെ ഒരു അടവ് അടക്കാതെ ഒരു വഴിയുണ്ടോ നമുക്ക് നോക്കാം. അതിനാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമുക്കൊരു നല്ലൊരു മനുഷ്യനാവാം, നമുക്ക് നല്ല ഒരു വ്യക്തിത്വമാവാം, പണക്കാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം, പണം വരുന്നതിന്റെ വഴികൾ മനസ്സിലാക്കാം. നമ്മുടെ അകത്ത് അങ്ങനെ ഒരു വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം തുറന്നാൽ നമ്മൾ പോലും അറിയാതെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഹാപ്പി പാർക്കും ഈ സംഭവമൊക്കെ ഞാൻ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അകത്ത് മാറ്റം വന്നപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പോലും അറിയാതെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ബോധപൂർവമല്ല അത് ആ രൂപത്തിൽ. ഒരു കാർ ഓട്ടുമ്പോ ഞാൻ ഇനി ക്ലച്ച് ചവിട്ടട്ടെ, ആക്സിൽ കൊടുക്കട്ടെ, ഗിയർ ഇങ്ങോട്ട് മാറ്റട്ടെ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ഇതിന്റെ അവസ്ഥ. അകം മാറുമ്പോൾ പുറം ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറും. ഓക്കെ, പറയൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ സാർ, ഈ ലൈവ് രാവിലത്തെ മാത്രമേ ഉള്ളൂ? വൈകിട്ട് ലൈവ് ഉണ്ടോ? ഇല്ല, രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റില് ഈ ഓൺലൈനിൽ കാണുന്നത് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ക്ലാസ് ഫസ്റ്റ് കയറുന്ന? മണി മൈൻഡ് സെറ്റിംഗ് എന്ന പ്രോഗ്രാം നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാർ. അതിലൊന്ന് ജോയിൻ ചെയ്തോളൂ. അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നാളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ മോന് PG കഴിഞ്ഞിരിക്കാണ്. ഇപ്പൊ മോന് എടുക്കാൻ പറ്റിയത് ഏതാണ് നല്ലത് സാറേ? മകനെ നിങ്ങൾ ഈ മണി മൈൻഡ് സെറ്റിംഗിൽ പങ്കെടുപ്പിച്ചോളൂ. PG കഴിഞ്ഞല്ലേ? ഡെഫിനറ്റ്ലി യു ഷുഡ് എന്റർ ഹിം ഇൻ ടു ദിസ് പ്രോഗ്രാം. മണി മൈൻഡ് സെറ്റിംഗ് പങ്കെടുപ്പിച്ചോളൂ കേട്ടോ. മണി മൈൻഡ് സെറ്റിൽ അല്ലേ? തീർച്ചയായിട്ടും അതിന് പങ്കെടുപ്പിക്കാൻ. EFT വരുന്നുണ്ട്. മെയ് 18-ാം തീയതിയാണ് കോഴിക്കോട് EFT വരുന്നത്. അതിലൊക്കെ പങ്കെടുപ്പിക്കാം. അത് ലൈവ് ആണോ? അത് ലൈവ്, അത് ഓഫ്ലൈൻ പ്രോഗ്രാം ആണ്. കോഴിക്കോട് നേരിട്ടുള്ള പ്രോഗ്രാമാണ്. അതെ. എത്ര ദിവസം പരിപാടിയാ? അത് 1 ഡേ പ്രോഗ്രാം. ഒരു മാസം നിങ്ങൾക്ക് മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഒരു കൗൺസിലർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണ് EFT. അത് മെയ് 18-ന് കോഴിക്കോട്, മെയ് 25-ന് എറണാകുളം. ശരി. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ട്രഷറിൽ അന്ന് മെന്ററായിട്ട് കിട്ടിയത് എനിക്ക് മാജിദ മാഡത്തിനാണല്ലോ അന്ന് കിട്ടിയതിന്റെ. അപ്പൊ ആളുടെ ഇതൊക്കെ നല്ല നിഷ്കളങ്കമായ ഒരു മനസ്സും സൗമ്യമായ ഒരു എന്തൊരു നല്ല
ഇതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല മെന്ററായിരുന്നു മജിദ മാഡം. നല്ല എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും ആള് പറഞ്ഞു തരാനും അതിനൊക്കെ നല്ലൊരു കഴിവുള്ള ഒരാളായിരുന്നു. ഞങ്ങൾക്കത് മറക്കാൻ പറ്റൂല. അത്രയും നന്ദി ഞാൻ മജിദ മാഡത്തിനോട് ഞാൻ പറയണേ. ഞാൻ പിന്നെ തന്നെയല്ല, ഞങ്ങൾ അന്ന് ആ കോഴിക്കോട് വന്നപ്പോഴേ ആളുടെ വീട് കോഴിക്കോടായിരുന്നല്ലോ. ഞങ്ങൾ ഈ ഇതിൽ കൂടെ സംസാരിക്കുന്നത് അല്ലാതെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കാണണമെന്ന് ഭയങ്കരമായിട്ട് മോഹമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ട്രെയിനിന്റെ അവിടെ വന്നിരുന്നപ്പോ ഞങ്ങള് വോയിസ് കിട്ടു, മഹിത മാഡം കോഴിക്കോട് വരുന്നുണ്ടോ? അപ്പൊ ആള് പറഞ്ഞു ഇല്ല, മകൾക്ക് വയ്യ, അത് കാരണം നോക്കട്ടെ എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോ ആൾക്ക് ഭയങ്കര മാനസികമായിട്ട് ആൾക്ക് ഭയങ്കര ഇത് ഫീലിംഗ് തോന്നി. ആളവിടെ വന്നിരുന്നു കോഴിക്കോട്. അതെ 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 മാജിദ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും വളരെ സന്തോഷം ജയന്തി മേഡം, നിങ്ങളുടെയൊക്കെ മാറ്റത്തിൽ നമുക്കും വലിയ സന്തോഷം. അപ്പൊ അതേപോലെ ഒരു മെന്റർ നിങ്ങളെ കൂടെ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ കോഴ്സ് ചേരാൻ ഈ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത് ആ ഗ്രൂപ്പിൽ അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നാളെയാണ് ആ പ്രോഗ്രാം. ഇന്ന് അതിന് തീരുമാനം എടുക്കുക. ഞാൻ ഐ വാണ്ട് ടു അറ്റൻഡ് ഈ ഒരു ഗ്ലോറിയസ്. ഈ ലൈവിന് കയറാൻ ഈ നമ്പർ കൊടുത്താൽ പോരാ ആർക്കും? മതി കൊടുത്താൽ മതി. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അപ്പോ നമുക്കെല്ലാവരും ചാനൽ ഒന്ന് മാറ്റി പിടിക്കാം. ഇതുവരെ ഉള്ള ചാനൽ ഒന്ന് മാറ്റി സമ്പത്തിന്റെ ചാനലിലോട്ട് നമുക്കൊന്ന് മാറ്റാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഏകദേശം എല്ലാവരും ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. നമുക്ക് മറ്റൊരു ദിവസം നാളെ രാവിലെ 6:30 വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് നാളത്തെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് നമ്മളെ കൂടെ മക്കളെയും ചെയ്യിക്കാൻ പറ്റുമോ? താങ്ക് യു സാറേ. ഈ ബേസിക് ഇതാണോ EFT അല്ലെങ്കിൽ അഡ്വാൻസ് ആണ്? അല്ല, EFT ലൈവില് ബേസിക് ആണ്. ആദ്യം ബേസിക്, പിന്നെ അഡ്വാൻസ്, പിന്നെ ഞാനിപ്പോ ബേസിക് ചെയ്തായിരുന്നു. ഇനി അഡ്വാൻസ് അപ്പോൾ ഈ ട്രഷറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഉണ്ടാവും. അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് പറയാം. ഏതായാലും വളരെ സന്തോഷം. ഈ മണി നാളത്തെ പരിപാടി മക്കളെ എത്താൻ പറ്റുമോ ഇതില്? നിങ്ങളുടെ കുട്ടികളെ ഇരുത്തുന്നത് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാറേ. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിട്ട് ഏത് ക്ലാസ് ഐഡിയ കിട്ടും? മണി മൈൻഡ് സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യൂ സർ. മണി മൈൻഡ് സെറ്റിംഗ് എന്ന കോഴ്സ് ചെയ്യൂ. നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ അന്വേഷണം മുഴുവൻ ആരോട് തന്നെ? നമ്മളെ പോലത്തെ ആൾക്കാരോട് തന്നെ. നമുക്ക് തന്നെ ഐഡിയ ഇല്ല, പിന്നെ ഐഡിയ ഇല്ലാത്ത അവരോടും. ഈ അന്തരമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു വഴിയും കാണാതെ ഇങ്ങനെ അവസാനം എന്താ പറയാ, അവസാനം ലൈഫിൽ കൂട്ടി വെച്ച് നോക്കുമ്പോൾ കാണാം എല്ലാം കൂടിയും വടിച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ കൊള്ളാവുന്ന അത്രയും പുരോഗതി ഉണ്ടാവുള്ളൂ ലൈഫിൽ. മനസ്സിലായോ? അതുകൊണ്ട് ചാനൽ ഒന്ന് മാറ്റി പിടിക്കുക, നമ്മളെ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാം നോർമലായിട്ട് സംഭവിക്കും. ഓക്കെ, ശരി. വളരെ സന്തോഷം. ഇന്നത്തെ പറയൂ. പറയൂ സർ. ഹലോ, ശരി. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് നാളെ കണ്ടുമുട്ടാം. മണി മൈൻഡ് സെറ്റിംഗ് എന്ന പരിപാടി നിങ്ങളുടെ ചാനൽ മാറ്റുവാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ആവട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.